വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ നമ്മുടെ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ സ്പിരിച്വൽ പവർ, സ്പിരിച്വൽ എനർജി. നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ആ ഡിവിനിറ്റി കൊണ്ട് പൂർണ്ണമാക്കണം, പരിശുദ്ധമാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ when the divine is shaping our intellect, it can go for more power, more positivity, more creativity, and everything we need is being given shape by the ഡിവിനിറ്റി അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ആ ഊർജം നമ്മളിലേക്ക് നിറയണേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബുദ്ധി പ്രകാശിക്കും അല്ലേ? നമ്മുടെ പഴയ സ്കൂളിലെ പഴയ പ്രാർത്ഥനകളൊക്കെ എത്ര സുന്ദരമായിരുന്നു. മലയാളത്തിലെ നമ്മുടെ മാതൃഭാഷയിലെ പ്രാർത്ഥനകളൊക്കെ എത്രയേറെ മനോഹരമായിരുന്നു അല്ലേ? നമ്മുടെ ബുദ്ധിയെ ഉണർത്തണേ, നല്ല വാക്ക് പറയണേ, നല്ല വാക്ക് കേൾക്കണേ, നല്ലതായി ചിന്തിക്കണേ. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആർ യൂസിങ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അതിനൊന്നും അർത്ഥം എനിക്ക് പഠിക്കുന്ന കാലത്ത് പോലും അറിയത്തില്ലായിരുന്നു. എനിവേ നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുമ്പോൾ ഒരു സുഖം അല്ലേ? അപ്പോൾ ഗായത്രി മന്ത്രം പറയുന്നത് നോട്ട് ഫോർ വൺ, എനിക്കല്ല അല്ലേ? അവിടെയാണ് നമ്മുടെ ഹിന്ദു കൾച്ചറിൻ്റെ, ഹിന്ദുയിസത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ചാണ് ലോകത്തിലുള്ള എല്ലാവരുടെയും കാര്യം നമ്മളിലേക്ക് കൊണ്ടുവരിക അല്ലേ? ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാനല്ല, നമ്മളിലേക്ക് കൊണ്ടുവരണേ, എല്ലാവർക്കും സൗഖ്യമാവണേ, എല്ലാവരിലേക്കും ആ ഡിവൈൻ പവർ കൊണ്ടുവന്നിട്ട് ആ എനർജി നമ്മളുടെ ചിന്തകളായി വന്ന്, ആ ചിന്തകൾ നമ്മുടെ ആക്ഷൻസ് ആയിട്ട് വന്ന്, അത് നമ്മുടെ സ്വഭാവമായിട്ട് വന്ന്, അത് നമ്മുടെ വ്യക്തിത്വമായിട്ട് വന്ന്, അത് നമ്മുടെ നമ്മുടെ കുടുംബമായി വരുന്നു, നമ്മുടെ സമൂഹമായി വരുന്നു. ലോകം നന്മയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അതിഗംഭീരമായ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം. താങ്ക് യു സോ മച്ച്.